ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹെവൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൽ തമ്പി. ഞങ്ങളിന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവളത്തേക്കാണ്. കോവളത്ത് പോകുന്ന വഴിക്ക് നമുക്ക് ലുലു മാളാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്ന് വെച്ചാൽ ലുലു മാളിൽ ക്രിസ്മസിന്റെ സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വലിയ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മളിന്ന് മെയിൻ ആയിട്ട് പോകുന്നത് കേട്ടോ. അതുവഴി നമ്മൾ കോവളം വരെ പോകുന്നു, കോവളം ബീച്ചും കണ്ടിട്ട് വരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിത് ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞോട്. ശ്രീലക്ഷ്മി, അല്ലുക്കുട്ടൻ, ബദ്രി യാദവ് കേട്ടോ. ഇത് നമ്മുടെ അനിയൻകുട്ടൻ, അശ്വൻ തമ്പി. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കോവളം ലുലു മാളൊക്കെ കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ലുലു മാൾ. ഫുൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു രസമില്ല, നമുക്ക് വൈകുന്നേരം വരാണ് ഫുൾ ലൈറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ലുലു മാൾ കയറി കണ്ടിട്ട് പോകാനാണ് നമ്മുടെ പരിപാടി. ഇതാണ് നമ്മുടെ കോവളം ബീച്ച്. അങ്ങനെ നമ്മളതേ കോവളം ബീച്ചിൽ വന്നിട്ട് ഇവിടെ വരുമ്പം കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അംബ്രലാസ് കുടകളൊക്കെ വെച്ച് ബെഡൊക്കെ സെറ്റ് ചെയ്ത്, അത് ഫോറിനേഴ്സിനും നമുക്കും കിട്ടും കേട്ടോ. ഫോറിനേഴ്സ് മാത്രമല്ല, വന്ന് നമുക്കിവിടെ റെസ്റ്റ് എടുക്കാനും കുറേ നേരം ബീച്ചിൽ എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ തടി പോലിരിക്കുന്ന സാധനത്തിൽ കയറി ഇവർ വലയിടാൻ വേണ്ടി കടലിലേക്ക് പോകുന്ന കേട്ടോ. നമുക്ക് കണ്ടാൽ തോന്നത്തില്ല അതിൽ കയറി പോകുന്നു. പക്ഷേ ഇതിനകത്ത് രണ്ട് പേര് ഫ്രണ്ടിലും ബാക്കിലും ഇരുന്ന് ഇവർ വലയിടാൻ വേണ്ടി പോയിട്ട്, അതായത് കൈ കൊണ്ട് പിടിച്ച് കയറ്റുന്ന വല. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റേഴ്സും കാര്യങ്ങളും ഷോപ്പുകളും ഒക്കെ ഉണ്ട്. നല്ല ലൈവാണ്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാം നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടിരിക്കും. അംബ്രലൊക്കെ വെച്ച് നല്ല ലൈവാണ് കേട്ടോ ബീച്ചൊക്കെ. നമ്മൾ വന്നത് ലൈറ്റ് ഹൗസിൻ്റെ അതുവഴിയാണ് കേട്ടോ. ലൈറ്റ് ഹൗസ് വഴിയാണ് വന്നത്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സൗകര്യം ഇച്ചിരി കുറവാണ്. പക്ഷേ നമുക്കവിടെ നമ്മുടെ ഹോട്ടലുള്ളതുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസ് കയറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വഴി വരിക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീച്ചിൽ കോവളം, അതായത് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കുന്ന വഴി പോയി ആ ബീച്ചിലെ പാർക്കിംഗ്, കോമൺ പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം ഉച്ച സമയത്ത്, ഏകദേശം അല്ല കേട്ടോ, ഉച്ച സമയത്താണ് എത്തിയത്. അതുകൊണ്ട് ഒരു രക്ഷ ചൂടാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. കടലൊക്കെ അത്യാവശ്യം ഇറങ്ങി കിടക്കുക. സീസൺ സമയത്ത് കടലൊക്കെ ഇറങ്ങി നല്ല ബീച്ചൊക്കെ നല്ല വിസിബിളായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബെഡുകളും അംബ്രലയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഫോറിനേഴ്സ് ഒരുപാട് പേരുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തും പിന്നെ ജനുവരി ഫെബ്രുവരി സമയത്തൊക്കെയാണ് കോവളത്തും വർക്കല ബീച്ചിലും ഒക്കെ ഫോറിനേഴ്സൊക്കെ ഉള്ളത്. ഫോറിനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ബെഡും അംബ്രലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അവർ വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ റൂമിലൊന്നും താമസിക്കും രാത്രി മാത്രം. പകൽ സമയത്ത് ഇതുപോലെ ഇവർ ഇറങ്ങി ബീച്ചിൽ കുളിക്കുക, ഈ ബെഡിൽ വന്ന് കിടക്കുക, സമയത്ത് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുക. ഇതൊക്കെ തന്നെ ഇവരുടെ പരിപാടി. നമ്മുടെ ഒരുപാട് ഗസ്റ്റുകൾ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഈ സമയത്ത് അവരുടെ നാട്ടിൽ നല്ല തണുപ്പായതുകൊണ്ട് അവർ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ബീച്ചിൽ ഇറങ്ങാൻ, അതായത് കടലിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല, പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങളങ്ങനെ ഇവിടെയൊക്കെ കുറേ സായിപ്പും ബദാമ്മമാരെയൊക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വന്നത് ലൈറ്റ് ഹൗസിൻ്റെ സൈഡിലാണ്. ഇവിടെ നോക്കുമ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. എൻട്രി ഫീസ് ഉണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീച്ചിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. ഞങ്ങളിവിടെ വന്ന സമയത്ത് തന്നെ നോക്കുമ്പോൾ ഈ ബെഡിൽ കിടന്ന് ഒരുപാട് പേര് ഇറങ്ങി ബീച്ചിലേക്ക്, വെള്ളത്തിലേക്ക്, കടലിലേക്ക് ഇറങ്ങി കുളിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവൻ ഇവിടെ നോക്കുന്നുണ്ട്. ഇവൻ്റെ കണ്ണൊക്കെ പൊത്തി പിടിച്ചതാ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ ലൈറ്റ് ഹൗസ് റോഡ് കഴിഞ്ഞ് നേരെ സ്ട്രൈറ്റ് ലൈറ്റ് ഹൗസിലോട്ട് തിരിയാതെ നമ്മൾ സ്ട്രൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക്, അതായത് ഫയർഫോഴ്സിൻ്റെ ഓഫീസൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു എൻഡിലെത്താം. ഇവിടം വരെയുള്ള റോഡ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ പുലിമുട്ടിട്ട ഭാഗവും നമ്മുടെ ഹാർബറിൻ്റെ ഒരു വ്യൂ ഒക്കെ ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാം. അവിടെ ഒരു ഷിപ്പ് കിടക്കുന്നത് കാണാം. നമുക്ക് കണ്ടോ, ഈ ഷിപ്പ് കിടക്കുന്നത് ഇതിനകത്ത് വന്ന ലോഡാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ക്രെയിൻ ഉപയോഗിച്ച് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കോവളത്തേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള വലിയ കൂറ്റൻ ഷിപ്പുകൾ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. നമ്മളങ്ങനെ തിരിച്ച് ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. ഇതൊക്കെ ഈ ലുലു വന്ന വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ലുലു മാൾ പോലീസ് വഴിയെല്ലാം വന്ന് പിടികൊണ്ടുപോയി.
ഞാനങ്ങ് പോട്ടെ, ഒരാൾ കയറി പോയില്ല, എൻ്റെ ഇടയ്ക്ക് കൂടെ ഇയാൾ ആശാട്ടിയാണോ? പോലീസുകാർ തിരക്കിനിടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കേട്ടോ വല്ല കാര്യമുണ്ടോ? ആ ഹൈവേ കൂടെ നേരെ പോകണമെങ്കിൽ ഉറങ്ങുന്ന കൊച്ചിനെ കൊണ്ട് ലുലു മാളിലോട്ട്. ഒരു രക്ഷയില്ലാത്ത പാർക്കിംഗ് ആയിപ്പോയി. നമ്മൾ അരമണിക്കൂർ നിന്നാണ് അല്ലേ? അരമണിക്കൂർ നിന്ന് അരയൊന്നും അല്ല. അതിനൊക്കെ നല്ല വെളിയിട്ടിട്ട് നമ്മള് ഫ്രണ്ടിൽ കൂടെ കയറി വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താ അറിയാം, ഇനി നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത്രയും സമയം എടുക്കും. വണ്ടിയുടെ സേഫ്റ്റി ഒക്കെ ഓക്കെയാണ്, പുറത്തിട്ടാലും വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇത് ഇറങ്ങി പുറത്ത് പോകും. ഇവിടുത്തെ കാര്യം ഒന്നും പറയണ്ട. ലുലു മാളിൽ പാർക്കിംഗ് നമ്മൾ സാധാരണ വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു രക്ഷയില്ലാതെ ഇപ്പോൾ നമുക്ക് 5ാമത്തെ നില വരെ വരേണ്ടി വന്നു കേട്ടോ പാർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ മെയിൻ എൻട്രൻസ് കയറി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ ക്യൂവും കാര്യങ്ങളുമായിട്ട് പോയി. എന്തായാലും ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒരു ഇടിച്ചുകയറ്റം തന്നെ കേട്ടോ ഇവിടെ നമ്മുടെ ലുലു മാളിലുള്ളത്. എന്താണെന്ന് പോയി കാണാം. ഇത് കണ്ടോ, രാത്രി നമ്മുടെ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വീഡിയോ, അടിപൊളി വ്യൂ ആണ്. ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുക. ലുലുവിൻ്റെ പുറത്ത് മാത്രമല്ല കേട്ടോ, ജസ്റ്റ് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പൗണ്ടിൻ്റെ പുറത്തായിട്ട് നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ സൈഡിലായിട്ടും ഒക്കെ ആയിട്ട് കുറേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ, നല്ല ഫോട്ടോ ഫ്രെയിം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ലുലുവിനകത്തേക്ക് വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരു ലൈവ് മ്യൂസിക് പ്രോഗ്രാം, ഒരു ബാൻഡിൻ്റെ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരാൾ എവിടുന്നോ ചാടി വന്നു. ഒരു ക്രിസ്മസ് പപ്പ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പുള്ളി വന്ന് എല്ലാവർക്കും ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം ഷേക്ക് ഹാൻഡ് കൊടുത്ത് വിഷ് ചെയ്യാണ്. പിന്നെ അടുത്തൊരു അടിപൊളി പരിപാടി ഇതാണ് കേട്ടോ. നമുക്ക് ഇവിടെ ക്രിസ്മസ് ട്രീ കാണാം. നല്ല ഗംഭീര ഒരു ക്രിസ്മസ് ട്രീ. ഒരുപാട് പേര് എല്ലാവരും ഈ ലുലു മാളിൽ വരുന്ന എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാതെ പോകുന്നില്ല കേട്ടോ. അത്രയ്ക്ക് വലിപ്പമുണ്ട്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ലുലുവിൻ്റെ ഏറ്റവും ടോപ്പ് വരെ വലിപ്പമുള്ളൊരു ക്രിസ്മസ് ട്രീ.
ഇത് നമ്മുടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഫുഡ് കോർട്ടിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ലുലുവിലെ കാഴ്ചകൾ. ഞാൻ മൊത്തത്തിൽ കാണിച്ചിട്ടില്ല. അതുപോലെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 31st ന്യൂ ഇയറിന് മുമ്പ് തന്നെ വിട്ടോ അങ്ങോട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലുലുലത്തെ പരിപാടിയുടെ 10% കാഴ്ചകൾ മാത്രമേ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് പോയി കണ്ടാൽ മതി. അപ്പോൾ അടിപൊളി പരിപാടികൾ നടക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്